ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് SSLCയിലെ 4ാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അതിലെ 5 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് 6ാമത്തെ ഭാഗം, സെക്കൻഡ് ലാസ്റ്റ് പാർട്ടാണിത്. ആകെ 7 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ സെക്കൻഡ് ലാസ്റ്റ് പാർട്ട് നമ്പർ 6. അപ്പം പാർട്ട് നമ്പർ 6 നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എടുത്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് 6ാമത്തെ ഭാഗത്തിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് there are 30 boys and 20 girls in class A. എന്ത് A? 10A. അതായത് 10Aയില് ആകെ മൊത്തം എത്ര കുട്ടികളുണ്ട്? ഗേൾസും ബോയ്സും കൂടെ. അപ്പൊ ഞാൻ എഴുതുന്നു, ആദ്യം നമുക്ക് ക്ലാസ് 10A. ക്ലാസ് 10Aയില് ബോയ്സ് എത്ര പേരാണുള്ളത്? 20. ഗേൾസ് എത്ര പേരാ ഉള്ളത്? ബോയ്സ് 30ഉം ഗേൾസ് എത്രയാണ്? ബോയ്സ് 30ഉം ഗേൾസ് 20. അപ്പൊ ക്ലാസ് എയിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 30ഉം 20ഉം 50. കുഴപ്പമൊന്നുമില്ലല്ലോ. ടോട്ടൽ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഭാഗത്ത് ഈ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം നമുക്കത് മനസ്സിലായ കാര്യമാണ്. ടോട്ടൽ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. രണ്ടാമത്തെ സെന്റൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ സെന്റൻസ് 15 ബോയ്സ് ആൻഡ് 25 ഗേൾസ് ഇൻ ക്ലാസ് 10B എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ക്ലാസ് 10Bയുടെ കാര്യവും പറയുന്നുണ്ട് അല്ലെ? ക്ലാസ് 10Bയുടെ കാര്യം പറയുന്നത്. ക്ലാസ് 10Bയുടെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബോയ്സ് 15ഉം ഗേൾസ് 25. അങ്ങനെ മൊത്തം ക്ലാസ് 10Bയിൽ എത്ര പേരുണ്ട്? 25ഉം 15ഉം 40 പേരാണ് 10Bയുടെ അകത്ത് വേണം. ഇനിയാണ് ക്വസ്റ്റ്യൻ. 1 സ്റ്റുഡന്റ് അല്ലെ? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 സ്റ്റുഡന്റ് ഈസ് ബി ചൂസൺ ഫ്രം ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ഫസ്റ്റ് പറഞ്ഞ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. അപ്പൊ നമ്മള് ഇങ്ങനെ 2 വ്യത്യസ്തമായ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ അതിനെ പെയറാക്കാൻ പോകണം അല്ലെ? ഓരോ നിന്നും ഓരോ പെയറുകളെ എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് ടോട്ടൽ പെയർസ് എത്ര ആണെന്ന് നമ്മൾ നോക്കണം. ഇതിന്റെ അകത്തെ ടോട്ടൽ പെയർസ് എത്ര ആണെന്ന് നമ്മൾ നോക്കണം. നോക്കിയേ, അപ്പൊ ടോട്ടൽ പെയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെടുത്താൽ മതി? ടോട്ടൽ പെയർ കണ്ടുപിടിക്കാൻ ഇതും കൂടെ ഗുണിച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 50 ഗുണം 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 2000. ഈ 2000 വെച്ചാണ് നമ്മൾ ഇനി എത്ര ഭാഗങ്ങൾ ഇവിടെ പറയുന്നുണ്ട്? 4 ഭാഗങ്ങളുണ്ട് അല്ലെ? കണക്കുകൾ. ഈ 4 ഭാഗം ഈ 2000 വേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് 1ാമത്തെ സബ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? 2 പേരും 2 ക്ലാസ്സിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന ഗേൾസ് ആവാനുള്ള സാധ്യത. അപ്പൊ 1ാമത്തെ ഭാഗത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് സബ് ക്വസ്റ്റ്യൻ 1, 2 ഗേൾസ് ആണ് അല്ലെ വേണ്ടത്. അപ്പൊ ക്ലാസ് 10Aയിൽ നിന്നും ഗേൾസ് എത്ര വരും? 10Aയിൽ നിന്നുമുള്ള ഗേൾസ് 20 ആണ്. അപ്പം അവരുടെ ടോട്ടൽ പേർ എത്ര വരും? 20 ഇൻറ്റു 10Bയുടെ ഗേൾസ് എത്ര? 25. അപ്പൊ 25 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഇത് രണ്ടിന്റെയും കൂടെ പേർ ഗേൾസിന്റെ മാത്രം എത്ര കിട്ടി? 500. അപ്പൊ ഗേൾസിന്റെ മാത്രം 2 ക്ലാസ്സിൽ നിന്നുള്ള ഗേൾസിന്റെ മാത്രം 500 കിട്ടി. ടോട്ടൽ 2000 ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി എന്തായിരിക്കും? ഞാൻ പ്രോബബിലിറ്റിനെ പ്രോന്നിടുവാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി എത്ര വരും? 2000 താഴെ എഴുതുക, അതിന്റെ അകത്ത് എത്രയാണ്? 500. അതായത് ഈ 2 0 പോയി, മിച്ചം എത്ര കിട്ടി? 5/20 വെട്ടിക്കളയാം. 5 ഗുണം 1 ആണ് 5, 5 ഗുണം 4 ആണ് 20. ആൻസർ 1/4. സിമ്പിൾ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ബോത്ത് ബീയിങ് ബോയ്സ്? അപ്പൊ ഇതേപോലെ തന്നെ 2 ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ നോക്കുക, ആദ്യത്തെ ക്ലാസ് എയിലെ ബോയ്സ് എത്രയാണ്? 30. ക്ലാസ് ബിയിലെ ബോയ്സ് എത്രയാണ്? 15. അപ്പൊ 30ഉം 15ഉം എത്രയാണ്? 30ഉം 15ഉം 450. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന്റെ പ്രോബബിലിറ്റി അപ്പൊ എത്ര വരും? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നോക്കിയേ, ടോട്ടൽ എത്ര? 2000. അതിൽ മാറ്റമില്ല. ടോട്ടൽ പേര് 2000. അതിൽ എത്രയാണ്? 450. വെട്ടിക്കളയാം. 45 ബൈ എത്രയാണ്? 200. അതിന് ഇനിയും വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? അപ്പം 5 വെച്ചാണെങ്കിൽ 9, 9 5 45. ഇതും 5 വെച്ചാണെങ്കിൽ എത്ര കിട്ടും? 40 കിട്ടും. ആൻസർ 9/40. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. എന്താണ്? സബ് ക്വസ്റ്റ്യൻ 3 നോക്കിയേ. സബ് ക്വസ്റ്റ്യൻ 3ഉം 4ഉം ഒന്ന് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. സബ് ക്വസ്റ്റ്യൻ 3 പറയുന്നത്
വലിയ കാര്യമൊന്നുമില്ല. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വൺ ബീയിങ് ബോയ് ആൻഡ് വൺ ബീയിങ്, അതായത് ഒരു ക്ലാസ്സിൽ നിന്നും ബോയിയും ഒരു ക്ലാസ്സിൽ നിന്നും ഗേൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ആ ചാൻസുകൾ വരാം അല്ലെ, രണ്ട് രീതിയിൽ ആ ചാൻസ് വരാം. നോക്കുക, മനസ്സിലാക്കണം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. രണ്ട് രീതിയിൽ വരുന്നത് ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള അല്ലെ. അപ്പം നമുക്ക് ബോയ്സ് ഫ്രം ക്ലാസ് എ നമുക്ക് എങ്ങനെ എഴുതാം? ക്ലാസ് എയിലെ അല്ലെ 10A ബോയ്സും അതേപോലെ തന്നെ 10B ഗേൾസിനെ എടുക്കാം, 10B ഗേൾസും എടുക്കാം അല്ലെ. 10A ബോയ്സും 10B ഗേൾസും. അങ്ങനെയാണെങ്കിൽ 10A ബോയ്സ് എത്രയാണ്? 30 ഇൻറ്റു 10B ഗേൾസ് എത്രയാണ്? 25. അത് എത്ര കിട്ടി? അപ്പൊ എത്ര കിട്ടി? അത് 750 കിട്ടും. അതേപോലെ തന്നെ ഇനി നേരെ തിരിച്ചും വരാം. 10A ഗേൾസും അതേപോലെ തന്നെ 10B ബോയ്സും എടുക്കാം. 10A ഗേൾസ് എത്ര? 20. അപ്പൊ 20 ഗുണം എത്രയാണ്? 10B ബോയ്സ് എത്ര? 10B ബോയ്സ് എത്ര? ഇവിടെ 15. അപ്പൊ 20 ഗുണം 15 എത്ര? 15 × 300. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ടോട്ടൽ അപ്പൊ എത്ര കിട്ടി? 1050. സിമ്പിൾ അല്ലേ? അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ പ്രോബബിലിറ്റി അപ്പൊ എന്ത് വരും? വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ ചെയ്ത 2000 അതിലെത്രയാണ്? 1050. ഈ പൂജ്യവും പോയി. മിച്ചം ഇത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടും? വെട്ടിക്കളയുമ്പോൾ 21/40 കിട്ടും അല്ലെ. 5 വെച്ച് വെട്ടുമ്പോൾ 21 × 5 105. അതേപോലെ തന്നെ 40 × 5 200. സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കുക. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാവും. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുക, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബീയിങ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അറ്റ്ലീസ്റ്റ്? ഒരു കണക്കുണ്ട് അല്ലെ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ബോയ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ നമ്മൾ ചെയ്ത കണ്ടീഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പൊ ചെയ്ത കണ്ടീഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. 10A നിന്നും ബോയ്സും 10B നിന്നും ഗേൾസും. അതിൻ്റെ അകത്തൊരു ബോയും ഉണ്ട്, അറ്റ്ലീസ്റ്റ് വൺ ബോയ്, അതിൻ്റെ അകത്തൊരു ബോയും ഉണ്ട്. അതേപോലെ രണ്ടാമത്തെ കണ്ടീഷനും അത് തന്നെ. എന്താണ്? 10A നിന്നും ഗേൾസ്, 10B അതിലും ഉണ്ട് ഒരു ബോയ്സ്. അപ്പൊ എന്തായാലും ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് എടുക്കാം. പിന്നെ ഒരു കണ്ടീഷനും കൂടെ നമുക്ക് എടുക്കാം. അതായത് 10A നിന്നും അതേപോലെ തന്നെ 10B നിന്നും 10A നിന്നും ബോയ്സിനെ എടുക്കാം. അതേപോലെ തന്നെ 10B നിന്നും നമുക്ക് എന്തിനെ എടുക്കാം? ബോയ്സിനെ എടുക്കാം. അതും ഒരു അറ്റ്ലീസ്റ്റ് എന്താണ്, വൺ ബോയിയുടെ കണ്ടീഷൻ തന്നെയല്ലേ. രണ്ടിടത്തുനിന്നും ഓരോ ബോയ്സ്, രണ്ട് ബോയ്സ് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ബോയ്, ഒരു ബോയ് എങ്കിലും വേണം. ഒന്നിൽ കൂടുതൽ ബോയ് ആയാലും കുഴപ്പമില്ല. അതാണ് അതിന്റെ അർത്ഥം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10A നിന്ന് ബോയ് എടുക്കുമ്പോൾ 10A ബോയ് എത്രയാണ്? 30 ഇൻറ്റു 10B ബോയ് എത്രയാണ്? 15. അപ്പൊ എത്ര കിട്ടി? 15 × 3 450. അപ്പൊ നമുക്ക് ഏതൊക്കെ തമ്മിൽ കൂട്ടാം? ഈ 1050 അകത്തും ബോയ്സ് വരുന്നുണ്ട്, ഈ 450. ടോട്ടൽ എത്ര വരും? ടോട്ടൽ എന്ന് പറയുന്നത് അപ്പം എത്ര കിട്ടും? 1050ഉം 450 എത്ര കിട്ടി? 1500. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എത്ര വരും? 2000. മുകളിൽ എത്ര വന്ന്? 1050. ഈ പൂജ്യം പോയി. വേണമെങ്കിൽ വെട്ടിക്കളയാം. 1500 അല്ലേ, ഞാൻ അറിയാതെ 1050 ഇട്ട്, സോറി. അപ്പം 1500. ഈ രണ്ട് പൂജ്യം പോയി. മിച്ചം എത്ര കിട്ടി? 15/20 കിട്ടി. വേണമെങ്കിൽ വെട്ടാം. വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും? 15/20 വെട്ടാൻ നേരം നമുക്കറിയാം 3/4. മനസ്സിലായ? അപ്പം നാല് ഭാഗത്തിന്റെയും ഉത്തരങ്ങൾ നമുക്ക് കിട്ടി. ഒന്നാമത്തെ ഉത്തരം എത്രയാണ്? 1/4. രണ്ടാമത്തെ 9/40. മൂന്നാമത്തെ 21/40. നാലാമത്തെ 3/4. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഭാഗത്തിലെ അവസാനത്തെ ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ, പാർട്ട് നമ്പർ 6 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പാടൊന്നുമില്ല. 1 ഈസ് ആസ്ക്ഡ് ടു സേ 2 ഡിജിറ്റ് നമ്പർ. ഒരാള് 2 ഡിജിറ്റ് നമ്പറുകളെ പറ്റി പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ നമ്പർ. ടോട്ടൽ ആവശ്യമാണല്ലോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ്സ്. എത്ര 2 ഡിജിറ്റുകളുണ്ട് നമുക്കറിയാം. ഇത് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ 90 2 ഡിജിറ്റുകളാണ് നമുക്കുള്ളത്. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ബോത്ത് ഡിജിറ്റ് ബീയിങ് സെയിം. 2 ഡിജിറ്റും സെയിം ആകുന്ന പ്രോബബിലിറ്റി. 2 ഡിജിറ്റും സെയിം ആകുന്ന പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 2 ഡിജിറ്റിന്റെ സെയിം എന്ന് പറഞ്ഞാൽ 11, 22, 33, 44, 55, 66, 77, 88, 99. എത്ര എണ്ണം ഉണ്ട് ഇതിന്റെ അത്? എത്ര എണ്ണം ഉണ്ട് നോക്കി. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പം ബോത്ത് ഡിജിറ്റ് സെയിം ആയ നമ്പർ എത്രയാണ്? നമ്പർ ഓഫ് ബോത്ത് ഡിജിറ്റ് സെയിം എത്ര എണ്ണം ഉണ്ട്? 9 ആണ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി എത്രയായിരിക്കും? 90ൽ 9. വെട്ടിക്കളയാം 1/10.
സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കി. എന്താണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ്? അതായത് 2 ഡിജിറ്റ് നമ്പറിൽ ഈ ആദ്യം എഴുതുന്നതാണ് ഫസ്റ്റ് ഡിജിറ്റ് അല്ലെ. ഇപ്പൊ 11 എഴുതിയാൽ ഈ 11 എന്നുള്ളതിന്റെ അകത്ത് ഇതാണ് 2 ഡിജിറ്റ്. ഇതിന്റെ അകത്ത് ഫസ്റ്റ് ഡിജിറ്റ് ഈസ് എന്താണ്? ഗ്രേറ്റർ ദാൻ എന്താണ്? സെക്കൻഡ് ഡിജിറ്റ്. ഇതാണ് ഫസ്റ്റ് ഡിജിറ്റ്, ഇതാണ് സെക്കൻഡ് ഡിജിറ്റ്. ഈ ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്? സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ എന്തായിരിക്കണം? ഗ്രേറ്റർ ആയിരിക്കണം. അങ്ങനെയുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള പ്രോബിലിറ്റി, അങ്ങനെയുള്ള നമ്പറുകൾ ഏതൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് ഓർത്തെ. 10 എടുക്കാം, കാരണം ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റ് ആയ 0യേക്കാൾ വലുതാണ്. അടുത്ത നമുക്ക് എന്ത് എഴുതാം? 20 എടുക്കാം, 21 എടുക്കാം, 22 എടുക്കാൻ പറ്റുമോ? 2 സെയിം ആയി പോകും, അത് എടുക്കാം. അപ്പൊ ഇനി പറ്റുന്ന ഏതാണ്? 30 എടുക്കാം, 31 എടുക്കാം, 32 എടുക്കാം. അങ്ങനെ 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 എവിടം വരെ എഴുതാം നമുക്ക്? 90, 91, 92 എഴുതി 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 എവിടം വരെ പോവാം? 98 വരെ എടുക്കും, 99. അപ്പം ഇതിന്റെ അകത്തെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എന്താണ്? ഡിജിറ്റുകൾ, നമ്പർ ഓഫ് എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര എണ്ണം കാണും? 45 എണ്ണം കാണും. നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് എഴുതി നോക്കിയിട്ട് എണ്ണിയാൽ മതി. അപ്പൊ 45 എണ്ണം നമുക്ക് കാണും. ഈ 45 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വലിയ പാടുണ്ടോ? എങ്ങനെയാണ്? പ്രോബിലിറ്റി കിട്ടാൻ പാടൊന്നുമില്ല. പ്രോബിലിറ്റി ചെയ്യാൻ വേണ്ടി ടോട്ടൽ എത്രയാണ്? നമ്മുടെ 90. അപ്പൊ 90ൽ എത്ര എണ്ണം ഉണ്ട്? 40. വെട്ടിക്കളഞ്ഞ് വേണമെങ്കിൽ 1/2 എന്ന് എഴുതാം. 45 ഗുണം 1 45, 45 ഗുണം 2 90. സിമ്പിൾ അല്ലേ? അതേപോലെ തന്നെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്ത് തീർത്തേക്കാം. എന്താണ് മക്കളെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയാം? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലെസ് ദാൻ ദ സെക്കൻഡ്? ഒന്നുമില്ല, ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡിനേക്കാൾ ചെറുതായിരിക്കും. അങ്ങനെയുള്ള സംഖ്യകൾ ഇതേപോലെ തന്നെ നമ്മൾ എഴുതി നോക്കുമ്പോൾ അങ്ങനെയുള്ള സംഖ്യകൾ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അത് എഴുതുന്നത് 36 എണ്ണമാണ്. നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ള സംഖ്യകൾ. എങ്ങനെയുള്ള സംഖ്യകൾ? നമ്പർ ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് എന്താണ്? ലെസ് ദാൻ എന്താണ്? സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി എഴുതി നോക്കിയാൽ അറിയാം എത്ര എണ്ണം കിട്ടും? 36 എണ്ണം കിട്ടും. അങ്ങനെ ആണെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? പറഞ്ഞു മക്കളെ, നമ്മളിപ്പോ ചെയ്ത് വെച്ച് പറയാം. പ്രോബിലിറ്റി എന്തായിരിക്കും? ടോട്ടൽ എത്രയാണ്? 90. അതിലെത്രയാണ്? 36. ആൻസർ എത്ര കിട്ടി? 36/90. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് കണക്ക്. ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട്, അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത SLCയുടെ അടുത്ത ചാപ്റ്റർ നമ്മൾ ചാനൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചാനൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമുള്ളൂ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചാപ്റ്റേഴ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യന്റെ നമ്മളൊരു പാർട്ട് തന്നെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഒരുപാട് പ്രീവിയസ് നമ്മൾ SLC പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ചെയ്തു മാറണം. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.